അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് വൈകുന്നേരം അതാ ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബുഷിയെക്കുറിച്ച് ഓർത്തു. അല്ലാ പഠിച്ചോനെ, അതെ, അല്പസമയം മുമ്പത്തെ ആ ഒരു വിഷമം, ആ ഒരു കണ്ണീര്, അത് എന്തുകൊണ്ടാണ് വന്നത് എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ബുഷി എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവളെ ഞാൻ ഡ്യൂട്ടിക്ക് വിട്ടതല്ലേ, പിന്നിപ്പോൾ എന്താ ഒരാൾ സംസാരിച്ചെന്നൊക്കെ കരുതിയിട്ട്? ഏയ്, എൻ്റെ ഒരു തോന്നൽ, എനിക്കറിയില്ല, ബുഷി എൻ്റെതാണ്, എന്നെ അവൾക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്നത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്? ഡോക്ടർ അൻഷിഫ് ഓരോന്ന് വിചാരിച്ചു. എന്നാൽ അപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് അതാ ബുഷിയും എത്തി. ബുഷി എന്നാൽ പിന്നാലെ സിനാനും. ആ പിന്നെ ഏതായാലും വൈഫ് ഉഷാറാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോഴന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവൾ ഓക്കെയാണ്. അപ്പം ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ഒക്കെ ലെവലാവും. എന്നാൽ ഒരു ചെറുപുഞ്ചിരി അൻഷിഫ് ഡോക്ടർ സിനാന് വേണ്ടി സമ്മാനിച്ചു. എന്നാൽ മോളു, ഓക്കെ, നാളെ കാണാം കേട്ടോ, സി യു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് മെസ്സേജ് അയക്കണേ. ഞാൻ ഇൻസ്റ്റയുടെ ID നിനക്കറിയോ? അത് തന്നെ, ഡോക്ടർ സിനാർ MBBS MD, അത് തന്നെ ഫോളോ ചെയ്യണേ. ഓക്കെ. ശരിക്കും ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചാണ് അതൊക്കെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി. ബുഷി പോവല്ലേ? എന്നാൽ അവളുടെ കൺമറയോളം സിനാന് അവൾക്ക് ടാറ്റ കാട്ടിക്കൊണ്ടേയിരിക്കുന്നത് അവൻ കണ്ടു. ഒരു നിമിഷം സിനാൻ്റെ ആ ഒരു പ്രവൃത്തി അവന് വല്ലാതെ അങ്ങ് മനസ്സിനുള്ളിലെ ഒരു വിഷമമുണ്ടാക്കി. എന്നാൽ ബുഷിയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവർ രണ്ടുപേരും ഇറങ്ങുന്നു. അങ്ങനെ അതാ കാറിൽ കയറി. ബുഷി, ആ ഇക്ക, എന്താ, എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സിനാനാളങ്ങനെ? ആ സാറ് കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണെന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് വന്നില്ല. കാരണം അവർ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കുന്നവരെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതായത് എനിക്കറിയാം, പക്ഷെ ഒന്നും കൂടി സോഫ്റ്റായിട്ട് എങ്ങനെ വെക്കണം, ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ പെരുമാറണം എന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് വന്ന് തന്നെ എല്ലാം എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ. അല്ലിക്ക, ഇന്ന് രാത്രി ഇല്ല, ഇന്ന് രാത്രി ഫ്രീ ആണ്. ഏതായാലും ഇന്ന് ഈവനിങ് വരെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ എനിക്ക് ഇനി നാളെ അറിയില്ല, അനുസരിച്ചായിരിക്കും. പക്ഷെ ബുഷി, എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ ബുഷി പോയാൽ മതി കേട്ടോ. ഒറ്റക്കൊന്നും അങ്ങനെ പോകാൻ പറ്റൂല. അവിടുന്ന് അത്ര നല്ല സ്ഥലമൊന്നല്ല. ഇക്ക, നിങ്ങൾ എന്തീ പറയണത്? അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണോ? അതല്ല, അങ്ങനെയല്ല, എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴേ നീ പോയിക്കഴിഞ്ഞാൽ മോളെ എനിക്കൊരു സമാധാനമില്ലടി, നിന്നെ ഒറ്റയ്ക്ക് വിടാൻ. അതുകൊണ്ടാണ്. എന്താ ഇക്കാക്ക് ഇങ്ങനെ? സ്നേഹത്തോടെ അവൾ അദ്ദേഹത്തോട് അത് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സൊക്കൊരു, അത് സാരില്ലിക്ക, എന്തായാലും ഡ്യൂട്ടി കിട്ടിയപ്പോഴേ എനിക്കൊരു സമാധാനമായി. മറ്റേതിക്ക പോയിക്കഴിഞ്ഞാൽ ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇടങ്ങാറായി പോകും. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് വീട്ടിൽ നീ ഉണ്ടാവുമ്പോഴേ എനിക്കൊരു സമാധാനമാണ്. പക്ഷെ ഹോസ്പിറ്റലായിട്ട് എനിക്കൊരു സമാധാനം കിട്ടണില്ലടി. എന്തൊക്കെ നിങ്ങളിങ്ങനെ? അതൊക്കെ ശരിയായിക്കോളും അല്ലേ? എന്നാൽ ആ രാത്രിയിൽ അതാ നമ്മുടെ ഡോക്ടർ അൻഷിഫിന് തീരെ ഒരു സമാധാനമില്ലാത്തതുപോലെ. പാവം ജോലി ഭാരം കൊണ്ട് നമ്മുടെ ബുഷി കിടന്ന പാടെ കൂർക്കം വലിച്ചിരുന്നു. എന്നാൽ അന്ന് ഹോസ്പിറ്റൽ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ, നിങ്ങൾ ഒരുമിച്ചല്ലേ? അപ്പോഴും ബുഷിയോട് ഉമ്മ പറഞ്ഞു, മോളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. മോൾ അതിന് വേണ്ടിയാണ് മെനക്കെടണം, എന്നാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഉമ്മ കുഴപ്പമൊന്നുമില്ല, അത് ഇക്ക ഓക്കെയാണ്. അതാണ് അവൾ പറഞ്ഞത്, അല്ലാതെ ഒരിക്കൽ പോലും ഒരു കുറ്റം ഒന്നും പറഞ്ഞില്ല. എന്നാൽ ആ രാത്രിയിൽ അതാ ബുഷി പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അതെ, ഡോക്ടർ അവൾ അല്പസമയം നോക്കി നിന്നു. ബുഷി, നീ എൻ്റേത് മാത്രമാണ് കേട്ടോ, മറ്റൊരാൾക്കും
കൂടുതലായിട്ട് നിന്നെ ഞാൻ സംസാരിക്കാൻ പോലും വിടുന്നത് എനിക്ക് ഇഷ്ടമല്ല ബുഷി. സത്യം, നീ എൻ്റേതല്ലേ, എനിക്ക് മാത്രമുള്ളതല്ലേ. എന്തെന്നറിയില്ല, വല്ലാത്തൊരു വിഷമം, പ്രയാസം. നാളെയും ഡോക്ടർ സിനാനെ കൂടുതൽ അവളോട് അടുക്കോ? ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഓളെ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നൊരു പേടി. എൻ്റെ ചിന്താഗതി എന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്കെന്താ സംശയരോഗമോ? അതും ഈ വിചാരങ്ങളിലൊന്നും ഇല്ലാത്ത എനിക്ക് സംശയരോഗമോ? ഏയ്, അതല്ല എനിക്ക്. എന്നാൽ ബുഷി നല്ല രീതിയിൽ ഉറങ്ങുകയാണ്. അവൾ അതിനിടയിൽ ഒന്നുണർന്നു. ബുഷി, എന്തു പറ്റി? വെള്ളം വേണം മോളെ? ഇക്ക, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? ഓ, ഞാനറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങിക്കോളി, സമയം ഒരുപാടായല്ലോ. ഇതെന്താ ഉറങ്ങാത്തത്? ബുഷി, എനിക്ക് ഉറക്കം വരുന്നില്ലടി. അതെന്താ? ഉറങ്ങിക്കോളി, ആയത്തിൽ കുറിച്ചൊക്കെ ചൊല്ലി ഉറങ്ങിക്കോളി. എനിക്കാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ടേ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. അപ്പം ഞാനങ്ങ് ഉറങ്ങിപ്പോയിക്കാ. വെള്ളം വേണക്കാക്ക്? വേണ്ട, ഒന്നും വേണ്ട, നീ നല്ല രീതിയിൽ ഉറങ്ങിക്കോ. അങ്ങനെ ബുഷി കിടന്നപ്പോൾ ബുഷിയുടെ ശരീരത്തിലേക്ക് അയാൾ പുതപ്പ് മൂടിക്കൊടുത്തു. അത് സ്നേഹത്തോടെ ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് ബുഷിയെ അദ്ദേഹം നോക്കുന്നത്. എന്ത് ചെയ്യാൻ, എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ള ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു വിധി ഇല്ലാതിരിക്കട്ടെ. ഉമ്മാൻ്റെ പണിയാണ്, ഉമ്മയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഞാൻ പരമാവധി പറഞ്ഞപ്പോൾ ഉമ്മ പറയും, മോനെ നീ പായ്ത്തൽക്കലായി കഴിഞ്ഞാൽ ആരാണ് നിന്നെ നോക്കാൻ? എൻ്റെ കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടാവുമോ? അതാണ്, നമുക്കുള്ള കാലത്തല്ലേ ഭാര്യ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മാൻ്റെ പണിയാണ്. പിന്നെ എന്നെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും സാരല്ല. അവൻക്ക് ആകെപ്പാടെ വിഷമം നാളെ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ചായിരുന്നു. എന്നാൽ അന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുവാനുള്ള തിരക്ക്. ബുഷി പെട്ടെന്ന് തന്നെ ഒരുങ്ങി. ആഹാ, ഇന്ന് നീ നേരത്തെ തന്നെ ഒരുങ്ങിയെത്തിയല്ലോ. ഇക്ക, പിന്നെ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് സിനാൻ സാറ്. എന്നാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതായി. എന്ത് പറ്റി ഇക്ക? ഹേയ്, ഒന്നുമില്ല. എന്തായാലും മക്കളെ, എന്ത് നിങ്ങൾ ചായ ഒന്നും കുടിക്കുന്നില്ലേ? അങ്ങനെയതാ അവർ രണ്ടുപേരും ചായ എല്ലാം കുടിച്ചു. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം അത് ബുഷി റെഡിയാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് ഇപ്പോഴാണൊരു ഫ്രീ ആയത്. അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണ പണി രാവിലെ ഒരു തിരക്കായിരിക്കും, ചായയും കടിയും ചോറൊക്കെ ആയിട്ട്. ഇപ്പോൾ ഏതായാലും ഓളുണ്ടായതുകൊണ്ട് അതൊക്കെ അവളങ്ങ് കഴിച്ചിട്ടാണ് പോകുന്നത്. അതും വലിയ കാര്യം തന്നെ, മാഷാ അല്ലാ. അങ്ങനെ നമ്മുടെ ബുഷിയും നമ്മുടെ അൻഷിഫ് ഡോക്ടറും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ, എന്നാൽ പോയിട്ട് വരാം, മക്കളെ പോയിട്ട് വരി. എന്നാൽ അവർ രണ്ടുപേരും പോകുന്നത് കാണുമ്പോൾ ഉമ്മാക്ക് നല്ല സന്തോഷം. അല്ല പഠിച്ചോനെ, അപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താ എല്ലാം റെഡി ആയിക്കണോ? എനിക്കറിയുന്നില്ല. ഏതായാലും പഠിച്ചോനെ നീ കാക്കല്ല റബ്ബേ, ഇതുപോലെ ഇങ്ങനെ സുഖത്തിൽ സന്തോഷത്തിൽ പോവുകയാണെങ്കിൽ എന്ത് രസമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു എനിക്ക്. അത് ഏതൊരു ഉമ്മയും ആഗ്രഹിക്കുന്ന പോലെ ആ ഉമ്മയും അത് ആഗ്രഹിച്ചു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിത്തുടങ്ങുന്നു. ഹോസ്പിറ്റലിൽ എത്താനുള്ള ആ റോഡ് കാണുമ്പോഴെല്ലാം ശരിക്കും അൻഷിഫ് ഡോക്ടറുടെ മനസ്സിലെ ഒരു ഭീതിയായിരുന്നു. എന്നാൽ അവൻ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലേക്ക് കാറ് കൊണ്ടുപോകുന്നു. ഡോക്ടേഴ്സിന് ഇടുവാനുള്ള സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്ത് ഡോർ തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹായ് ഹായ് ബേബി, ഹൗ ആർ യു എന്ന് പറഞ്ഞുകൊണ്ട് സിനാനെ. അൻഷിഫ് ഓക്കെ അല്ലേ? ഇന്ന് എപ്പോഴാണ് ഡ്യൂട്ടി? ഇപ്പോൾ തന്നെ. പിന്നെ പെണ്ണെ ബുഷി ഇവിടെ വരൂ. ശരിക്കും സിനാൻ വിളിച്ചു. എന്ത് ഡോക്ടർ? അത് പിന്നെ കുറച്ച് ഫയൽസൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ പെട്ടെന്ന്, അതാണ് ഞാൻ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞത്. നേരത്തെ എത്തിയല്ലോ. നേരത്തെ എത്തി, ഓക്കെ. എന്നാൽ നമ്മുടെ അൻഷിഫ് ഡോക്ടർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കുകയാണ് അയാൾ. എന്നാൽ ചിരിച്ചുകൊണ്ട് സിനാൻ, ബുഷി, ഫയൽസ് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് എഴുതാനുണ്ട്, പിന്നെ പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ, കാര്യങ്ങൾ, നമ്മൾ അഡ്മിറ്റ് കേസുകൾ, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് ബുഷിയുടെ കൂടെ തന്നെ അവൻ
തൊട്ടുരുമ്മി നടക്കുന്ന രീതിയിലാണ് അൻഷിഫിന് തോന്നിയത്. അൻഷിഫ് ഒരു നിമിഷം അത് നോക്കി നിന്നു. എൻ്റെ ചിന്ത എന്താ ഇങ്ങനെ? ഡോക്ടറാണ്, സിസ്റ്റർമാരാണ്. ഡോക്ടർമാരും സിസ്റ്റർമാരും സ്വാഭാവികമായിട്ട് ഒരുമിച്ച് നടക്കേണ്ടവരാണ്. കാരണം ഒരു ഡോക്ടറിൻ്റെ കീഴിൽ സിസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോഴേ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താ എൻ്റെ ചിന്താഗതി ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ലല്ലോ. അവർ രണ്ടുപേരും തെറ്റായ രീതിയിൽ അതൊന്നുമില്ല. എൻ്റെ മനസ്സിങ്ങനെ അവൻ നെഞ്ചത്ത് പതുക്കെ അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഒരു സിസ്റ്റർ അവിടുത്തെ, എന്താ സാർ ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് വരുന്നത്? ഓ ഗുഡ് മോർണിംഗ്, സോറി ഞാൻ അറിയാതെ. ഓ അങ്ങനെ. പിന്നെ സർ വൈഫ് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു അല്ലേ? ഞാൻ ഇന്നാണ് അറിയുന്നത്. എന്തായാലും കുട്ടിയെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. ആ അതെ, അവൾ ഇന്നലെ മുതലേ. ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായില്ലല്ലേ? രണ്ടുപേർക്കും ഒരുമിച്ച് വർക്കും ചെയ്യാം, ഒരുമിച്ച് യാത്രയും ഫുഡും ഒക്കെ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ ഒന്നിങ്ങ് പിടിച്ചു. എങ്കിലും പറഞ്ഞു, ആ അതെ ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ. എന്നാൽ അന്നും അതാ സിനാന് അവളോട് പറയുകയാണ്, പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് നിന്നോട്. പക്ഷെ ഇപ്പോൾ ഞാനതിന് സംസാരിക്കുന്നില്ല. ഡ്യൂട്ടിക്കിടയിലോ അങ്ങനെ പലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട് കേട്ടോ ബുഷി. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. അത് മെഡിസിൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിവാഹേതരമായ കാര്യത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിലെ കാര്യത്തിൽ അതൊക്കെ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. അതിനെന്താണ് ഒരു പോംവഴി എന്നതിനെക്കുറിച്ചൊക്കെ കേട്ടോ. ഓക്കെ സാറ് എന്താ ഉദ്ദേശിച്ചത്? അല്ല അങ്ങനെയല്ലേ, എല്ലാ കാര്യത്തിലും നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടാവുമല്ലോ. ഡൗട്ട്സുകൾ സ്വാഭാവികമായിട്ടും മനുഷ്യരായാലും ഉണ്ടായിക്കഴിയും. ഇപ്പം എന്ത് ഡൗട്ട്സും ചോദിക്കാമെന്ന് ഞാനതെൻ്റെ സ്റ്റാഫിനോടൊക്കെ പറയാനുള്ളതാണ്. എന്ത് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് എന്നോട് തുറന്ന് ചോദിക്കാം. നമ്മൾ തമ്മിൽ ഒരു ഒളിയും മറയും വേണ്ട എന്നുള്ളത് ഞാനെപ്പോഴും എൻ്റെ സ്റ്റാഫുകളോട് പറയാറുണ്ട്. പിന്നെ നിന്നെ കണ്ടപ്പോഴും എനിക്കതേ പറയുള്ളൂ. എന്തും അത് മെഡിസിൻസിൻ്റെ കാര്യം, പേഷ്യൻറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ കാര്യം, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, അങ്ങനെയല്ല. ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു അതിനെക്കുറിച്ചും നടക്കാത്തതൊക്കെ നിനക്ക് എന്നോട് കൂളായിട്ട് സംസാരിച്ചിട്ട് എല്ലാം ക്ലിയർ ആക്കാം കേട്ടോ. അതിനുള്ള കറക്റ്റ് ഉത്തരം ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ ബുഷി, ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് റൗണ്ടിങ്ങിന് പോയാലോ? അങ്ങനെ അതാ സിനാൻ സാറിൻ്റെ കൂടെ അതാ അവൾ പോകുന്നു റൗണ്ടിങ്ങിന്. എന്നാൽ തൊട്ടടുത്തായിട്ടുള്ള 2 സിസ്റ്ററുകൾ കൂടെയുണ്ട്. പക്ഷേ എന്തെന്നറിയില്ല, ബുഷിയെ കണ്ടപ്പോൾ പിന്നെ സിനാനെ അവരോടുള്ള ഇത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റു സിസ്റ്റേഴ്സ് തന്നെ പറയുന്നുണ്ട്. സാറിപ്പോൾ ഇത് നമ്മളോടും അല്ലാതെ പുതിയ സിസ്റ്റർ എത്തിയല്ലോ, ബുഷി സുന്ദരിയാണല്ലോ. അത് പിന്നെ നമ്മുടെ അൻഷിഫ് സാറില്ലേ, സർജൻ, അവരുടെ വൈഫാണ്. ആണോ? ഓ പിന്നെ എന്നാൽ ഒന്ന് കാണണം കേട്ടോ. എല്ലാവരും ബുഷിയെ കാണുവാനുള്ള മത്സരത്തിലാണ്. എന്നാൽ എപ്പോഴും സിനാൻ സാറിൻ്റെ കൂടെ ആയിട്ട് തന്നെ എല്ലാവരുടെയും വിചാരം അത് സാറിൻ്റെ വൈഫാണെന്ന് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എന്നാൽ പേഷ്യൻ്റ് വരെ ചോദിച്ചു, അല്ല സാറേ ഇത് ഡോക്ടർ വൈഫാണോ? 2 പേരും നല്ല ചേർച്ചയുണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ ശരിക്കും സിനാൻ്റെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി. അതെ, എല്ലാവരും പറയുന്നുണ്ട്. അല്ലെങ്കിലും ഒരു കഴിവ് കെട്ട ഡോക്ടർ അവനെന്തിനു പറ്റും? സർജൻ, അത് മാത്രം പറ്റും, അല്ലാതെ വേറെ വല്ലതിനും പറ്റുമോ? ഈ പെണ്ണിനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. എന്നാൽ പാവം ബുഷി അതിലൊന്നും ശ്രദ്ധിച്ചില്ല. അവൾക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടികൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. പലതവണ സിനാനെ അവളെ തൊട്ടുരുമ്മ നടക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ അല്പം പിന്നോട്ട് മാറും, അല്ലെങ്കിൽ സൈഡിലേക്ക് മാറും. ഒരിക്കലും അവർ തമ്മിൽ ഒരു ടച്ചിങ്സിനുള്ള ഒരു ചാൻസ് കൊടുത്തില്ല. എന്നാൽ അന്നും ഉച്ചയായപ്പോൾ, പിന്നെ ഇന്ന് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ആക്കിയാലോ? സിനാൻ വന്ന് പറഞ്ഞു. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കും ഇക്കാക്കുള്ളത്. ഓ അങ്ങനെ, അപ്പോൾ ഞാൻ പുറത്ത് പോയി കഴിക്കണമായിരിക്കുമല്ലേ? അല്ലെങ്കിലും എന്നെ ഒരു ഒറ്റപ്പെടുത്താൻ നിനക്കൊരു തോന്നലുണ്ടോ? സാറെന്താ അങ്ങനെ പറയുന്നത്? ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കട്ടെ, ഇന്നലെ തന്നെ കഴിക്കാൻ. പിന്നെ സാറിൽ പറഞ്ഞത് ഇന്നലെ അവർക്ക് ഫ്രീ ഉണ്ടാവില്ല, ഈവനിങ്ങേ കഴിക്കുള്ളൂ എന്ന്, അതുകൊണ്ടല്ലേ കഴിച്ചത്.
എന്തായാലും ഇന്ന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. സിനാൻ പറഞ്ഞു. എന്തിനാടേ, നിങ്ങളെപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ? ഭക്ഷണം കഴിക്കലൊക്കെ നമ്മൾ കുറച്ച് സമയമല്ലേ ഇവിടെ കിട്ടുന്നത്, ആ സമയത്തെങ്കിലും നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാലോ, എന്താ? ശരിക്കും സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ടെൻഷൻ തോന്നി. പഠിച്ചോനെ റബ്ബേ, എൻ്റെ ഭർത്താവിന് ഒന്നും ഉണ്ടാവരുതേ അല്ലാ. അന്ന് ഉച്ചയായപ്പോൾ അവർ ഫുഡിൻ്റെ കവറുമായി നേരെ അതാ ഡോക്ടറുടെ ആ ഒരു റൂമിനടുത്തേക്ക് ചെല്ലുന്നു. ആ ഞാൻ സാറിൻ്റെ, ഓ മനസ്സിലായി, ഓക്കെ, ഫുഡ് കഴിക്കാനായിരിക്കില്ലേ? സാറൊരു അത്യാവശ്യം ഒരു സർജറിയിലാണ്, അപ്പോൾ അത് ഇപ്പോൾ കഴിയും കേട്ടോ, അതുവരേക്കും. എന്നാൽ അവൾ അതാ ആ ഭക്ഷണപ്പൊതിയുമായി അവിടെ തന്നെയുള്ള വരാന്തയിൽ ഇരുന്നു. എന്നാൽ പെട്ടെന്ന് തൊട്ടടുത്ത് പിന്നിലായിട്ട് ബുഷി എന്നുള്ള ഒരു ശബ്ദം. എന്താ വന്നില്ലേ നിൻ്റെ സർജൻ? വരില്ല, നല്ല ഡ്യൂട്ടി ഉണ്ടാവും, ഇപ്പം കഴിയില്ല, കുറച്ച് കഴിയും, വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എന്നാൽ അത് പറഞ്ഞ ഈ ഒരു സമയത്ത് അതാ നമ്മുടെ സർജൻ, നമ്മുടെ അൻഷിഫ് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഇറങ്ങുമ്പോൾ കണ്ട ആ ഒരു കാഴ്ച, അവൾ ആ ബെഞ്ചിലിരിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട ബുഷി. എന്നാൽ തൊട്ടടുത്തായിട്ട് അവളോട് കാര്യപ്പെട്ട് എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിനാന്. എന്നാൽ അത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടറുടെ മനസ്സ് ഒന്ന് കാളി. ഓഹ് പഠിച്ചോനെ, എനിക്കെന്തെന്നറിയില്ല, കാണാൻ കഴിയണില്ല. അദ്ദേഹം മുഖം തിരിച്ചു. എന്നാൽ പെട്ടെന്ന് ബുഷി ഇക്ക എന്ന് പറഞ്ഞ് ഓടി. ആ ബുഷി, ഇക്ക ഇന്നലെയും ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരുന്നില്ല, ഇന്നെങ്കിലും വരണം കേട്ടോ, ഞാൻ ഒറ്റക്ക്. നീ ഒറ്റക്കല്ലല്ലോ, സിനാനുണ്ടല്ലോ എല്ലാത്തിനും കൂടെ. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബുഷിക്ക് വല്ലാത്തൊരു ഞെട്ടലായത്. ഇക്ക, അതെടേ, ഇന്നും അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെന്താ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ആവാം, എനിക്ക് ഇനിയും ഡ്യൂട്ടി ഉണ്ട്. ഇക്ക ഭക്ഷണം കഴിച്ചിട്ട് പോകാം, വരി, ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇക്ക. ആ വരാം. അങ്ങനെ ഏതാ മനമില്ലാ മനസ്സോടു കൂടെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ സിനാൻ അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വന്നു. എന്താ കപ്പിൾസ് ഇന്ന് ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്? ആ കഴിക്കുക, ഓക്കെ നടക്കട്ടെ, ഞാനപ്പുറത്തുണ്ട്. എന്നാൽ അയാൾ തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ വിചാരിച്ചു, നിങ്ങളൊരുമിച്ച് ഭക്ഷണം കഴിച്ചാലും നിങ്ങളൊരുമിച്ച് കൊഞ്ചു കുഴഞ്ഞാലും അത് എത്രമാത്രം ഉണ്ടെന്ന് സിനാന് നന്നായിട്ടറിയാം. കഴിവ് കെട്ടവൻ്റെ കൂടെയാണ് ബുഷി ജീവിക്കുന്നത്. എന്തിന് ആ പൊട്ടത്തി പെണ്ണ് ഒന്നും തിരിച്ചറിയുന്നില്ലല്ലോ, ദാമ്പത്യ ജീവിതത്തിൻ്റെ രസങ്ങൾ അതൊന്നും അവൾ അറിയുന്നില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒന്ന് പാട്ടിലാക്കി എടുക്കണം. അയാളുടെ മനസ്സിലെ ചിന്തകൾ അങ്ങനെ നീണ്ടു പോകുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.